നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രൂപേഷ് വരുന്നുണ്ട്. കൈയോടെ തന്നെ ഒപ്പിട്ട് മേടിക്കണേ. അങ്ങനെ കൊള്ളത്തില്ലല്ലോ. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഒരുത്തി. അവള് കുറെ കാലായി മരുവത്തൂരിലെ റാണിയായി വാഴ. ഇവിടുത്തെ സുഖങ്ങളൊക്കെ അവക്കങ്ങ് പിടിച്ചുപോയി. ഞാനേ വക്കീലിന് കുടിക്കാൻ എന്തേലും എടുത്തിട്ട് വരാം. രൂപേഷേ, നടന്നതെല്ലാം വിസ്തരിച്ച് പറയണേ. വേണമെങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ടും ഡോക്ടർ ഇട്ട് തന്ന വോയിസും കൂടി വക്കീലിന് കൊടുത്തേരെ, ഒരു തെളിവിന്. ആ ആന്റി കൂടെ നിൽക്കണോ ഒരു ധൈര്യത്തിന്? വേണ്ടായേ, ഒന്ന് പോയി തന്ന ഉപകാരം. ഞാൻ ഫാമിലി കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്ന വക്കീല, അഡ്വക്കേറ്റ് വിജയലക്ഷ്മി. ഞാനൊരിക്കൽ രൂപേഷ് സാറിന്റെ ഫോണിൽ വിളിച്ചിരുന്നു. ദർശന മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലാണെങ്കിൽ ഉഭയസമ്മത പ്രകാരം വിവാഹമോചനത്തിന് ഒരു അപേക്ഷ തന്നിരുന്നു. പരാതി തന്നത് ദർശനയല്ലേ, പിന്നെന്തിനാ നിങ്ങൾ എന്നെ കാണുന്നത്? അങ്ങനെയല്ല. മ്യൂച്വൽ പെറ്റീഷൻ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും ഒപ്പിട്ട് തന്നാൽ മാത്രമേ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പറ്റൂ. ദർശന ഒപ്പിട്ട് തന്നു. സാറും കൂടി സൈൻ ചെയ്താൽ. എവിടെ ഒപ്പിടേണ്ടെന്ന് പറഞ്ഞാൽ മതി. വായിച്ചു നോക്കിയിട്ട് ഒപ്പിട്ടാൽ മതി. അല്ലെങ്കിൽ വേണ്ട. ഈ പെറ്റീഷനിൽ പറയുന്ന പോലെ ദർശന ഒരിക്കലും അമ്മയാവില്ലെന്ന കാര്യം താങ്കൾക്ക് അറിവും ബോധ്യമുള്ള കാര്യമാണല്ലോ, അല്ലേ? അതുകൂടാതെ ഭാര്യ എന്ന നിലയിൽ ദർശന താങ്കൾക്കുണ്ടാക്കിയിരിക്കുന്ന മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ. പരസ്പര സഹകരണത്തിന്റെ കാര്യത്തിൽ, ഫിസിക്കൽ റിലേഷനിൽ വിസമ്മതം പ്രകടിപ്പിക്കുകയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ? ഈവൻ ഹറാസിംഗ്, ബോഡി ഷെയ്മിംഗ്, എനിത്തിങ് ലൈക്ക് ദാറ്റ്? ഇനി നിങ്ങളുടെ ശരീരത്തിന്റെ വർണ്ണവ്യത്യാസമോ അല്ലെങ്കിൽ തടി കൂടി പോയതിന്റെ ആക്ഷേപമോ? പിന്നെ ഉണ്ടോന്നോ? അവള് വെളിമ്പിയാണല്ലോ. ഇവന് നിറം പോരാന്നും തടി കൂടി പോയെന്നും ഒക്കെ എപ്പോഴും ആക്ഷേപിക്കും. അവൾക്കുള്ള കുഴപ്പം മറച്ചു വെച്ച് ഇവന്റെ തടി കാരണമാണ് കുട്ടികൾ ഉണ്ടാവാത്തതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എപ്പ പറഞ്ഞു? നീ കേട്ടോ? ഇല്ലല്ലോ. എന്തേലും ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞോളൂ. ഇടയ്ക്ക് കയറി ചോര കുടിക്കാൻ ആരും നോക്കണ്ട. ഇനി ആന്റി ആയാലും വക്കീലായാലും. ദർശനയുടെ അനിയത്തിയെ കൂടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി അവളുടെ ഭാരിച്ച ചെലവുകൾ നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു എന്ന് വല്ല കംപ്ലൈന്റും? ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദർശനോട് ചോദിക്കാം. എനിക്ക് ഒരു കാര്യത്തിൽ ഒരു പരാതിയില്ല. ദർശനയുടെ അനിയത്തിയല്ല, എന്റെ സ്വന്തം ചോട്ടുമാണ് അഞ്ജന. എവിടെ ഒപ്പിടേണ്ടത് അത് പറ. അപ്പൊ ഭാര്യ എന്ന നിലയിൽ ദർശനയുമായുള്ള ഏക വിയോജിപ്പ് ദർശന ഒരു അമ്മയാവില്ല എന്ന് മാത്രമാണോ? എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ദർശന ഒപ്പിട്ട് തന്ന സ്ഥിതിക്ക് ഞാൻ ഒപ്പിട്ട് തരാം. കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല. വക്കീലെ, നിങ്ങളൊരു സ്ത്രീയല്ലേ? നിങ്ങൾക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ത്രാണിയില്ലേ? അവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടവുമാണ്. പിരിയാനും താല്പര്യമില്ല. രൂപേഷിന് വേണ്ടി അവൾ സ്വയം ഒഴിഞ്ഞു മാറുക. മോനെ, കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വിലയേറിയില്ലെന്ന് പറയില്ലേ? ദർശന പോയാ നിന്റെ ജീവിതം ശൂന്യമായി തീരും. അത് ഗീതമ്മയാണോ തീരുമാനിക്കുന്നത്? എല്ലാം മറച്ചു വെച്ച് രൂപേഷിനെ വഞ്ചിച്ച ദർശനയ്ക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ നിങ്ങൾക്കെന്താ ഇത്ര താല്പര്യം? മോളുടെ കല്യാണം നടക്കാനുള്ള വെപ്രാളമാണെങ്കിലേ അവൾ അത് കഴിഞ്ഞിട്ടേ പോകുന്ന സമ്മതിച്ചതാണല്ലോ. എടാ രൂപേഷേ, നീ ഒപ്പിട്ട് കൊടുക്കടാ. ഏതായാലും അവക്ക് നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പരാതി കൊടുക്കില്ലല്ലോ. അവളെ ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞു. പിന്നെ നിനക്കെന്താ ഒപ്പിട്ട? വക്കീലെ, എവിടാ ഒപ്പിടേണ്ടെന്ന് കാണിച്ചു കൊടുക്ക്. നിന്നോട് ഞാനാ പറയുന്നത് ഒപ്പിടരുതെന്ന്.
വക്കീൽ ഒപ്പിടാനുള്ള പേപ്പർ എടുത്തേ. ഈ ജ്യൂസ് കുടിച്ചാട്ടെ. അഡ്വാൻസ് ആയി 5000 രൂപയുണ്ട്. പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം. ദർശനയുടെ ഫീസ് കൂടി ഞാൻ തന്നോളാം. അവളുടെ കയ്യിൽ പൈസ ഒന്നും കാണില്ല. പിന്നെ അവളുടെ കയ്യിൽ ഇരിക്കുന്നു കോടച്ചക്രം. ഇവിടെ എന്റെ കക്ഷി കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു ഗാർഹിക പീഡനത്തിന്റെ വകുപ്പ് കൂടി ചേർക്കാം. ഒപ്പിട്ടില്ലേ? വേഗം സ്ഥലം വിടാൻ നോക്ക്. അല്ലെങ്കിലേ ഇനി വക്കീലിനായിരിക്കും ഇവിടുന്ന് ഗാർഹിക പീഡനം കിട്ടാൻ പോകുന്നത്. എന്ത് പണിയാ ഗീതമേ കാണിച്ചേ? ഇനി നീ ഒരു അക്ഷരം ശബ്ദിച്ച കൈക്കല്ല പിടിച്ച കയ്യാ ഇത്. നിന്നെപ്പോലെ AC റൂമിലും മെത്തയിലൊന്നും കിടന്നവളല്ല ഞാൻ. ഈ കൈവച്ചൊന്ന് തന്നാലുണ്ടല്ലോ നിന്റെ മിനിക്ക് തേച്ച് ചിറി കീറും. പറഞ്ഞേക്കാം. വക്കീലിനോടും കൂടിയാ പറയുന്നേ. ഏട്ടത്തി ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഗിരിജയും വക്കീലൊക്കെ രണ്ടെണ്ണം ഇവിടുന്ന് മേടിച്ചിട്ടേ പോവുള്ളൂ. ഒരു അഡ്വക്കേറ്റിനോടാ നിങ്ങൾ അപമര്യാദയെ പെരുമാറിയത്. ഓർമ്മിച്ചോ? ദർശന, ദിസ് ഈസ് ടു മച്ച്. കുട്ടി ഇപ്പൊ ഫേസ് ചെയ്യുന്ന പീഡനം എനിക്ക് മനസ്സിലായി. രൂപേഷ് ഒപ്പിട്ട് തന്ന പെറ്റീഷൻ ഗീതമ്മ പോലും ആ ഒരു സ്ത്രീ പിടിച്ചു വാങ്ങി കീറിക്കളഞ്ഞു.